സാർ, എബിനേസർ, മേരി എന്നിവരുടെ മകൻ എബി, നിരഞ്ജൻ, ഓമന എന്നിവരുടെ മകൻ നിതീഷ്, രവീന്ദ്രൻ, ശ്യാമള എന്നിവരുടെ മകൻ രാഹുൽ. ഇവർ 3 പേരും ഒന്നിച്ച് കളിച്ച് വളർന്നവർ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവർ ആൻ്റണിയുമായി ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. പിന്നീട് ഇവർ 4 പേരും ഉറ്റ സുഹൃത്തുക്കളാകുന്നു. ഇതേ ക്ലാസ്സിലെ ഇവർക്ക് എതിരെയുള്ള മറ്റൊരു ടീമാണ് സെബാസ്റ്റ്യനും അയാളുടെ 3 ഫ്രണ്ട്സും. ഇവർ ഇടയ്ക്കിടയ്ക്ക് ചില സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവർ പഠിക്കുന്ന കുട്ടികൾ, അവർ പഠിക്കാത്ത കുട്ടികൾ എന്ന ഒരു ഡിസ്ക്രിമിനേഷൻ ഉള്ളതുകൊണ്ട് ടീച്ചർമാർ പലപ്പോഴും ഇക്കാര്യത്തിൽ സെബാസ്റ്റ്യനെയും ടീമിനെയും ശിക്ഷിക്കാറാണ് പതിവ്. ആ ഒരു കാരണം കൊണ്ട് സെബാസ്റ്റ്യനും ടീമിനും ഇവരോട് ആ കാലത്ത് ഒരു ശത്രുതാ മനോഭാവം ഉണ്ടായിരുന്നു. ഇനി ഇവരുടെ ഈ സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്ന മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഇവരുടെ സ്കൂളിനടുത്തുള്ള ഒരു ഐശ്വര്യ ബേക്കറി. സാജൻ എന്നൊരാളാണ് ബേക്കറി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ഓണർ മറ്റൊരാളായിരുന്നു. ഇവർ അവിടെ പതിവായി കൂടാറുണ്ടായിരുന്നു. ബാച്ചിലറായ സാജന് ഇവരോട് വലിയ ഇഷ്ടമായിരുന്നു. അവർക്ക് തിരിച്ചും. ആൻ്റണി ഒഴികെ ബാക്കിയുള്ള 3 പേരും അത്യാവശ്യം സാമ്പത്തികമുള്ള കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. എന്നാൽ ആൻ്റണിയുടെ പപ്പ ആൻഡ്രൂസ് തടിമില്ലിലാണ് ജോലി ചെയ്തിരുന്നത്. ആൻഡ്രൂസിനായിടയ്ക്ക് തടിമില്ലിൽ വെച്ചുണ്ടായ ഒരു വലിയ അപകടത്തെ തുടർന്ന് അയാളുടെ ഒരു കാൽ പകുതിക്ക് വെച്ച് മുറിച്ചു മാറ്റുന്നു. കൂടാതെ അരയ്ക്ക് കീഴ്ഭാഗവും തളർന്നു പോകുകയും ചെയ്യുന്നു. ചികിത്സയ്ക്ക് വലിയ തുക ആവശ്യമായി വരുന്നു. തുടക്കത്തിൽ മില്ലിലെ ഓണർ കുറച്ച് സഹായങ്ങൾ ചെയ്യുന്നു. പക്ഷേ പിന്നീട് അയാളെ ആ വഴിക്ക് കാണാതെയായി. പലരിൽ നിന്നും ആൻ്റണിയുടെ അമ്മ ആനി പൈസ കടം മറിച്ചാണ് ആൻഡ്രൂസിൻ്റെ ആശുപത്രി ചെലവുകൾ നടത്തിയിരുന്നത്. ആൻഡ്രൂസിൻ്റെ അനിയൻ അലക്സും തന്നാലാകുന്ന വിധം അവരെ സഹായിച്ചു. എന്നാൽ അയാൾ കുടുംബത്തോടൊപ്പം മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. പക്ഷേ കൊടുത്ത പൈസകൾ തിരിച്ചു കിട്ടാതായതോടുകൂടെ കടക്കാർ ആൻഡ്രൂസിൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആനി സുന്ദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ കടക്കാർക്ക് പണത്തിന് പകരം സ്വന്തം ശരീരം തന്നെ അവൾക്ക് നൽകേണ്ടി വരുന്നു. പിന്നീട് അത് ഒരു പതിവായി. ആൻ്റണിയുടെ അമ്മ ആനി ഇത്തരത്തിൽ ജീവിക്കുന്നതിനെ ചൊല്ലി സെബാൻ ആൻ്റണിയെ പല തവണ പരസ്യമായി കളിയാക്കിയപ്പോഴൊക്കെ ആൻ്റണിയും കൂട്ടുകാരും അവനോട് അടിയും വഴക്കുമൊക്കെ ഉണ്ടാക്കുന്നത് പതിവായി. ഇത് ഇരു കൂട്ടർക്കും ഇടയിൽ വീണ്ടും ശത്രുത വർദ്ധിപ്പിച്ചു. താൻ മുഖേന തൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ച ഈ ഒരു ദുരവസ്ഥ സുഖമില്ലാതെ കിടന്ന ആൻഡ്രൂസിനെ വീണ്ടും തളർത്തി. ഒടുവിൽ എന്തോ വിഷം വാങ്ങിക്കഴിച്ച് അയാൾ തൻ്റെ ജീവനൊടുക്കി. ഇതും ആൻ്റണിക്ക് വലിയ ഒരു ഷോക്കായിരുന്നു. പപ്പയുടെ മരണത്തെ തുടർന്ന് അലക്സ് ഉൾപ്പെടെയുള്ളവരുടെ നിർബന്ധം കാരണം ആനി അവരുടെ കുടുംബ വീട്ടിലേക്ക് പോകാൻ നിർബന്ധിതയാകുന്നു. എന്നാൽ ആൻ്റണി തൻ്റെ അമ്മയ്ക്കൊപ്പം പോകാൻ തയ്യാറായിരുന്നില്ല. കാരണം തൻ്റെ അമ്മയോട് അവന് അത്രയേറെ വെറുപ്പുണ്ടായിരുന്നു. ആൻ്റണി ആ സമയത്ത് 10ാം ക്ലാസ്സിലാണ് പഠിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ സാജനൊപ്പം ബേക്കറിയിലായി താമസം. ഇവരെല്ലാവരും 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സാകുന്നു. തുടർന്ന് 4 പേരും പ്രീ ഡിഗ്രിക്ക് ചേരുന്നു. ഈയിടയ്ക്കാണ് ജെസ്സി ആൻ്റണിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അവൻ ആദ്യം ഈ ബന്ധത്തിന് താല്പര്യമില്ലായിരുന്നു. ഒടുവിൽ അവൻ പതിയെ ജെസ്സിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഈ സമയത്താണ് ഐശ്വര്യ ബേക്കറിയുടെ യഥാർത്ഥ ഉടമ മരണപ്പെടുന്നതും അയാളുടെ മക്കൾ ഈ ബേക്കറി വിൽക്കാൻ തീരുമാനിക്കുന്നതും. സാജൻ വർഷങ്ങളായി അവർക്കൊപ്പം നിൽക്കുന്നതിനാൽ മതിപ്പ് വിലയിൽ കുറഞ്ഞ ഒരു തുകയ്ക്ക് ബേക്കറി സാജനോട് വാങ്ങാൻ അവർ പറയുന്നു. എന്നാൽ അത്രയും തുക സാജൻ്റെ കൈവശം ഇല്ലായിരുന്നു. എന്നാൽ കുറച്ച് പൈസ എവിടെന്നെങ്കിലും തങ്ങൾ സംഘടിപ്പിച്ചു തരാമെന്ന് അവർ 4 പേരും സാജനോട് പറയുന്നു. തങ്ങളുടെ വീടുകളിൽ അവർ ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും അതിന് യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. കാരണം തങ്ങളുടെ മക്കൾ ആൻ്റണിയും സാജനുമായുള്ള സൗഹൃദം നിലനിൽക്കുന്നത്
ഈ ബേക്കറി ഉള്ളത് കൊണ്ടാണ് എന്നും ഈ സ്ഥാപനം മറ്റൊരാൾക്ക് വിറ്റുപോയാൽ ഈ സൗഹൃദ കൂട്ടായ്മ എന്നേക്കുമായി ഇല്ലാതാകുമെന്ന് അവർ കണക്ക് കൂട്ടി. എന്നാൽ ഈ 3 ഫാമിലിയുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് സാജനും ഈ 4 പേരും ചേർന്ന് എങ്ങനെയൊക്കെയോ പൈസ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ബേക്കറി സ്വന്തമായി വാങ്ങുന്നു. പിന്നീട് ഈ 4 പേരും കൂടുതൽ സമയം ബേക്കറി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ 3 പേരുടെയും അച്ഛനമ്മമാർ ആൻ്റണിയെ വന്ന് കണ്ട് തങ്ങളുടെ സങ്കടം അറിയിക്കുന്നു. മക്കളെക്കുറിച്ചുള്ള അവരുടെ അമിത പ്രതീക്ഷ കണ്ടില്ലെന്ന് നടിക്കാൻ ആൻ്റണിക്ക് ആകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവരെ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനായി ഉപദേശിക്കുന്നു. അവർ അത് അനുസരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇവർ 3 പേരും പഠിച്ച് 3 പേർക്കും ജോലികളും കിട്ടുന്നു. ആ ഇടയ്ക്കാണ് ജെസ്സിക്ക് സെബാൻ്റെ കല്യാണാലോചന വരുന്നത്. ആ സമയം സെബാൻ നാട്ടിലെ ഒരു പ്രമുഖ ഫൈനാൻസറുടെ ഡ്രൈവറായാണ് ജോലി ചെയ്തിരുന്നത്. ആൻ്റണി ജെസ്സിയെ വിളിച്ചിറക്കി കൊണ്ടുപോയി കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ജെസ്സി അതിന് ഒരുക്കം ആയിരുന്നില്ല. ഒടുവിൽ സെബാൻ ജെസ്സിയെ വിവാഹം കഴിക്കുന്നു. അതും ആൻ്റണിക്ക് വലിയൊരു ഷോക്കായിരുന്നു. പിന്നീട് ആൻ്റണിയുടെ 3 സുഹൃത്തുക്കളും വിവാഹിതരുമാകുന്നു. എന്നാൽ ആൻ്റണിയുമായുള്ള ഈ 3 പേരുടെയും അതിരുകടന്ന സൗഹൃദത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഈ പെൺകുട്ടികൾക്ക് ഈ 3 പേരുടെയും മാതാപിതാക്കൾ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ മേൽ ആൻ്റണിക്ക് തങ്ങൾ വിചാരിച്ചതിനേക്കാളേറെ സ്വാധീനമുള്ളതായി അവർ മനസ്സിലാക്കുന്നു. ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയും തകർക്കണമെന്ന് അവർ കൂടിയാലോചിക്കുന്നു. പിന്നീട് അവർ 3 പേർക്കും കുഞ്ഞുങ്ങളുമാകുന്നു. പിന്നീട് അവർ 3 പേരും ആൻ്റണിയെ കണ്ട് തങ്ങളുടെയും ഭർത്താക്കന്മാരുടെയും ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോകാൻ അവർ അവനോട് ആവശ്യപ്പെടുന്നു. ഇതും ആൻ്റണിക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്നു. അവൻ കുറച്ച് ദിവസം അലക്സിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നു. വിവരമറിഞ്ഞ് എത്തിയ സുഹൃത്തുക്കൾ അവനെ നിർബന്ധിച്ച് ബേക്കറിയിൽ തിരികെ എത്തിക്കുന്നു. കൂടാതെ ജോലി സമയം കഴിഞ്ഞ് കൂടുതൽ സമയം അവർ ആൻ്റണിക്കും സാജനുമൊപ്പം ബേക്കറിയിൽ കൂടാനും തുടങ്ങി. ഇതിനെ ചൊല്ലി ഇവർ 3 പേരുടെയും ഭാര്യമാരും ഇവരും തമ്മിൽ വീണ്ടും നിരന്തരം കലഹം ഉണ്ടാകാനും തുടങ്ങി. ഒടുവിൽ അവർ 3 പേരും ഭർത്താക്കന്മാരുമായി പിണങ്ങി തങ്ങളുടെ കൈക്കുഞ്ഞുങ്ങളുമായി തങ്ങളുടെ വീടുകളിൽ പോയി നിൽക്കുന്നു. ഇതിനെ തുടർന്ന് ഈ 3 പേരുടെയും മാതാപിതാക്കൾ ആൻ്റണിയെ കണ്ട് കാര്യങ്ങൾ അറിയിക്കുന്നു. ആൻ്റണി ഈ 3 സ്ത്രീകളെ കാണാനായി അവരുടെ വീടുകളിലേക്ക് ചെല്ലുന്നു. എന്നാൽ ആൻ്റണി ഈ നാട് വിട്ടു പോയാൽ മാത്രമേ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങി ചെല്ലുകയുള്ളൂ എന്ന് അവർ 3 പേരും തീർത്ത് പറയുന്നു. ഒടുവിൽ തൻ്റെ എല്ലാമെല്ലാമായ 3 സുഹൃത്തുക്കളുടെയും കുടുംബജീവിതം താൻ മൂലം തകരരുത് എന്ന് മനസ്സിലാക്കിയ ആൻ്റണി ഈ നാട് വിടാൻ തീരുമാനിക്കുന്നു. സാജനോടും അലക്സിനോടും അവൻ കാര്യം പറയുന്നു. എന്നാൽ അവർ ആൻ്റണിയുടെ ഈ തീരുമാനത്തിനോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ആൻ്റണിയെ ആ നാട്ടിൽ നിന്നും കാണാതാകുന്നു. സാർ, അന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ് ചെയ്തു തരണം എന്ന് പറഞ്ഞിരുന്നില്ലേ? കേരളത്തിലെ 14 ജില്ലകളിലെയും 14 SIമാർ, 14 കോൺസ്റ്റബിൾമാർ, അങ്ങനെ അതിലെ SIമാരിൽ ഉള്ള രാജീവ് എന്നൊരാളാണ് എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചത്. ഇടുക്കിയിലെ കട്ടപ്പനയിൽ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ആൻ്റണിയുമായി വളരെയേറെ രൂപസാദൃശ്യമുള്ളതായാണ് വിവരം. ഞാനും ഫർഹാനും ഒരു ആംബുലൻസിൽ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുകയാണ്. ജൊഹാൻ വലിയൊരു ടീമുമായി വേണ്ട സാർ, ഇതിന് ഞാനും ഫർഹാനും മാത്രം മതി. ഞങ്ങൾക്കൊപ്പം മിടുക്കനായ ഒരു ആംബുലൻസ് ഡ്രൈവർ കൂടിയുണ്ട്, അഖിൽ മാത്യു.